ഇടയ ശബ്ദത്തിലേക്ക് ഏവർക്കും സ്വാഗതം. തൃശൂർ അതിരൂപത സഹായമെത്രാനായ ടോണി നീലങ്കാവിൽ പിതാവിനെയാണ് ഇന്നത്തെ ഇടയ ശബ്ദത്തിൽ നമ്മൾ കണ്ടുമുട്ടുക. തൻ്റെ വിനീതമായ ശൈലി കൊണ്ടും ശക്തമായ ആത്മീയ ദർശനങ്ങൾ കൊണ്ടും അനേകരെ പ്രബുദ്ധരാക്കിയ പിതാവിനോടൊപ്പമാണ് ഈ സമയം നമ്മൾ ചെലവഴിക്കുക. ടോണി പിതാവെ, ഇടയ ശബ്ദത്തിലേക്ക് ഏറ്റവും ഹാർദവമായ സ്വാഗതം. വളരെ വലിയ സന്തോഷം ഇന്ന് നിങ്ങളുടെ കൂടെ ആയിരിക്കാനായിട്ട്. പിതാവെ, കുടുംബ പശ്ചാത്തലത്തെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടായിരിക്കും. അതുപോലെ ആ പൗരോഹിത്യ വിളി എങ്ങനെയാണ് ജീവിതത്തിൽ സംഭവിച്ചത് എന്നറിയാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട് എല്ലാവർക്കും. ഒന്ന് പറയാമോ? N.A. ഔസേപ്പ് എന്നാണ് അപ്പച്ചന്റെ പേര്. അമ്മയുടെ പേര് മേരി. അപ്പോൾ ഔസേപ്പിന്റെയും മേരിയുടെയും മകനാണ് ഞാൻ. വാവ്, ആ ഒരു സന്തോഷം എനിക്കുണ്ട്. തിരുകുടുംബം വരുന്നു. തിരുക്കുടുംബത്തിലെ വിട്ട് ഞങ്ങൾ 4 മക്കൾ കൂടെ ഉണ്ട്. ഓക്കെ. എങ്കിലും അതൊരു തിരുക്കുടുംബമായിരുന്നു. എൻ്റെ അപ്പനും അമ്മയ്ക്കും മക്കളില്ലാത്ത കുറെ കാലങ്ങളുണ്ടായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ സാധാരണ വിട്ടുള്ളൊരു വയസ്സിലാണ് അവർ കല്യാണം കഴിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് 7-ാം വർഷമാണ് ഞാൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഒത്തിരിയേറെ പേരുടെ പ്രാർത്ഥനയും ത്യാഗവും ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. തമ്പുരാൻ ഇടപെട്ടിട്ടുള്ള ഒരു ജനനമാണ് നമ്മുടെ എല്ലാവരുടെയും. എൻ്റെ കാര്യത്തിൽ അതെനിക്ക് പ്രത്യേകം ഓർത്തെടുക്കാൻ മാത്രം കാരണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. നല്ലൊരു കുടുംബമായിരുന്നു. 2 പേരും വളരെയേറെ വിശ്വാസ കാര്യങ്ങളിൽ താല്പര്യമുള്ളവരായിരുന്നു. 2 പേരും വിവാഹത്തിന് മുമ്പ് തന്നെ കുറേയൊക്കെ ആത്മീയ ജീവിതത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുള്ളവരായിരുന്നു. നല്ല ഒരു ക്രിസ്തീയ കുടുംബ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അവർക്ക് മക്കളില്ലാതെ വന്നപ്പോൾ അവർ ചിന്തിച്ചു, ഇനി തുടർന്നുള്ള ജീവിതം സഭയ്ക്ക് വേണ്ടി കൊടുക്കാമെന്ന് അങ്ങനെ ചിന്തിച്ചവരാണ് ഒരിടയ്ക്ക്. ഒരുപക്ഷെ വലിയൊരു ഭാഗ്യം ആ കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യയിലെ അൽമായർക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ദൈവശാസ്ത്ര കോഴ്സിൽ പങ്കെടുത്തിട്ടുള്ളവരാണ് എൻ്റെ അപ്പനും അമ്മയും. ഇത് ഏത് വർഷത്തെ കാര്യം? 1961 വത്തിക്കാൻ സൂനോദോസ് തുടങ്ങുന്നതിന് മുമ്പ് അൽമായർക്ക് വേണ്ടി അങ്ങനെ ദൈവശാസ്ത്രം പഠിക്കുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും സാധിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ CMI സഭയിലെ ഒരു കോൺസ്റ്റന്റൈൻ മണലേൽ അച്ഛനാണ് അൽമായർക്ക് വിശ്വാസ കാര്യങ്ങളെ കുറിച്ച് അറിവുണ്ടാകണം എന്ന് ആഗ്രഹിച്ച് ഒരു ദൈവശാസ്ത്ര കോഴ്സ് മംഗലപ്പുഴ സെമിനാരിയിൽ വെച്ച് നടത്തുന്നത്. അന്ന് മംഗലപ്പുഴ സെമിനാരിയിൽ വെച്ച് അതിൽ എൻ്റെ പേരൻസ് 2 പേരും പങ്കെടുത്തു. മാതാപിതാക്കൾ അങ്ങനെ. അതിനുശേഷം പിന്നെ വത്തിക്കാൻ സൂനോദോസിന്റെ ഒരു കാലഘട്ടമായിരുന്നല്ലോ. അപ്പോൾ അതിനൊപ്പം അവർക്ക് വളരാൻ സാധിച്ചു. വത്തിക്കാൻ സൂനോദോസിന്റെ ഓരോ സെഷനുകൾ നടക്കുമ്പോഴും ഇന്നത്തെ പോലെ നമുക്ക് മാധ്യമങ്ങളിലൂടെ അറിയാനുള്ള വഴികളൊന്നുമില്ല. പക്ഷെ അന്നത്തെ ആലപ്പാട്ട് പിതാവ്, തൃശ്ശൂരിന്റെ ഇടയൻ, വത്തിക്കാൻ സൂനോദോസിന്റെ എല്ലാ സെഷനിലും പങ്കെടുത്തിരുന്നു. അപ്പോൾ ഓരോ സെഷൻ കഴിഞ്ഞ് വരുമ്പോഴും അതിൻ്റെ രേഖകളൊക്കെ വാങ്ങി പഠിക്കുകയും അത് പിന്നീട് ക്ലാസ്സുകൾ എടുക്കാൻ പോവുകയൊക്കെ ചെയ്തിരുന്നവരാണ് എൻ്റെ മാതാപിതാക്കൾ. പിന്നീട് ഞാൻ ജനിച്ചതോടുകൂടി അമ്മയ്ക്ക് പിന്നെ പോകാനായിട്ട് അവസരം കിട്ടാതായി. ആവശ്യത്തിന് കുറുമ്പും ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയിരുന്നുകൊണ്ട് പിന്നെ അമ്മ പോകല് നിർത്തി. പക്ഷെ അപ്പച്ചൻ ഒരുപക്ഷെ അറിയാവുന്ന പോലെ സഭയിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അൽമായരുടെ വിളിയും ദൗത്യവും സഭയിൽ എന്നുള്ളതായിരുന്നു അപ്പച്ചന്റെ ഒരു പ്രധാന പ്രമേയം. അത് വത്തിക്കാൻ സൂനോദോസിന്റെ വെളിച്ചത്തിൽ ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ കേരളത്തിലും കേരളത്തിന് പുറത്തും ക്ലാസ്സുകൾ എടുക്കാനും ഒക്കെ അപ്പച്ചന് നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ അൽമായ വിളിയെ കുറിച്ച് ഇത്രയും പഠിച്ച മാതാപിതാക്കളുടെ ആദ്യത്തെ പുത്രൻ വൈദികനായി. തീർച്ചയായിട്ടും. അത് ആ വിളിയിലേക്ക് അപ്പൊ എങ്ങനെയാ പിതാവ് എത്തുന്നത്? വിളിയിലേക്ക് വരുന്നത് എനിക്ക് തോന്നുന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് കുടുംബത്തിലെ ആ ഒരു ക്രൈസ്തവ അന്തരീക്ഷം തന്നെയാണ്. പ്രത്യേകിച്ച് വത്തിക്കാൻ സൂനോദോസിന്റെ ആ ഒരു ചൈതന്യത്തില്
വിശുദ്ധ ഗ്രന്ഥ വായന കുടുംബ പ്രാർത്ഥനയുടെ ഭാഗമായിരുന്നു. അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു വിചിന്തനം ആ, എല്ലാ കുടുംബ പ്രാർത്ഥനയിലും അപ്പച്ചൻ നൽകുമായിരുന്നു. അങ്ങനെ നമുക്ക് ഒരു പ്രാർത്ഥനയുടെ ഒരു ചൈതന്യത്തിലേക്ക് വളരാനായിട്ടുള്ള ഒരു ആ, ഒരു പരിശീലനം, എന്നാൽ പരിശീലനം എന്ന് നമുക്ക് അറിയാത്ത വിധത്തിൽ കിട്ടിക്കൊണ്ടിരുന്നിട്ടുണ്ട്. കുടുംബ പ്രാർത്ഥനയിലെ മാതാപിതാക്കൾ ചൊല്ലുന്ന, അവരിൽ ആരെങ്കിലും ഒരാൾ ചൊല്ലുന്ന സ്വയം പ്രേരിത പ്രാർത്ഥന, അത് ഞങ്ങളുടെ മക്കൾ എന്താകണമെന്ന് കർത്താവെ അങ്ങ് ആഗ്രഹിക്കുന്നുവോ ആ ജീവിതാന്തസ്സിലേക്ക് അവരെ വിളിക്കണമേ എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ മക്കൾക്കും ഒരു ദൈവത്തിൻ്റെ വിളിയുണ്ട് എന്നറിഞ്ഞ് അവർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരാൾ അതിങ്ങനെ പ്രാർത്ഥിച്ചാൽ, അപ്പച്ചൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അമ്മയുടെ പ്രാർത്ഥന ഞങ്ങളുടെ മക്കളിൽ ആരെങ്കിലും ഒരാളെ നിന്റെ മുന്തിരിത്തോട്ടത്തിലെ വേലക്കാരായിട്ട് വിളിക്കണമേ എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് പ്രാർത്ഥനയുടെ ഭാഗമായിരുന്നു. എങ്കിലും അവർ ഒരിക്കലും ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഒരു വൈദികനാകും എന്നുള്ള ഒരു ചിന്ത പോലും അവരുടെ മനസ്സിൽ വന്നിട്ടില്ല. ഇല്ല. കാരണം അവർ അല്പം മുതിർന്നതിന് ശേഷം ജനിച്ച ഒരാള് ഞാൻ പഠിച്ച് ജോലി ചെയ്ത് എന്തെങ്കിലും ഒരു സ്ഥാനത്തെത്തുകയും ഒരുപക്ഷെ എൻ്റെ തൊട്ട് താഴെയുള്ള ആൾ വൈദികനാകുമായിരിക്കും എന്നവര് ചിന്തിച്ചു. പ്രത്യേകിച്ച് ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പൊക്കെ എടുത്ത് പ്രീ ഡിഗ്രി പഠിച്ചു. അങ്ങനെയൊക്കെ എൻ്റെ പ്രീ ഡിഗ്രി പഠനത്തിൻ്റെ സമാപനത്തിൽ ആ വർഷമാണ് അപ്പച്ചൻ റിട്ടയർ ചെയ്യുന്നത്. അപ്പച്ചൻ സെൻറ് തോമസ് കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസറായിരുന്നു. അമ്മ തൃശ്ശൂർ ഗവൺമെൻറ് മോഡൽ ഗേൾസ് ഹൈസ്കൂളിലെ ടീച്ചറായിരുന്നു. അപ്പച്ചൻ റിട്ടയർ ചെയ്യുന്ന ആ ദിവസങ്ങളിലാണ് ഞാൻ വൈദികനാകാനുള്ള ആഗ്രഹം അപ്പച്ചനെ അറിയിക്കുന്നത്. അന്ന് എങ്ങനെ പറയാനുള്ള ധൈര്യമൊക്കെ വന്നു എന്ന് ചോദിച്ചാൽ ഇന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പച്ചൻ ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്ന് നിനക്ക് അറിയാമല്ലോ, എന്നിട്ടും നിന്നെ കർത്താവ് വിളിക്കുന്നുണ്ട് എന്നാണ് നിനക്ക് തോന്നുന്നതെങ്കിൽ നീ പോകണം എന്നുള്ളതായിരുന്നു അപ്പച്ചൻ്റെ മറുപടി. അതൊരു വലിയ അടയാളമാണ്. അതെ അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ തന്നെ അറിയാതെ പറഞ്ഞ വാചകവും എനിക്കൊരു അടയാളം ആയിട്ട് പിന്നീട് തോന്നിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, കർത്താവ് നോക്കിക്കോളൂ. അതൊരു സാധാരണ അങ്ങനെ യാന്ത്രികമായിട്ട് വന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കർത്താവ് നോക്കിക്കൊള്ളും. കർത്താവ് എല്ലാം നോക്കിയിട്ടുണ്ട്. എൻ്റെ തൊട്ട് താഴെയുള്ള പെങ്ങൾ 9ാം ക്ലാസ്സിലായിരുന്നു. ഏറ്റവും താഴെയുള്ള ആള് എനിക്ക് തോന്നുന്നു 1ാം ക്ലാസ്സോ അല്ലെങ്കിൽ വളരെ ചെറിയ ക്ലാസ്സിലായിരുന്നു. കർത്താവ് എല്ലാം മനോഹരമായി ക്രമീകരിച്ചു. എല്ലാവരെയും തമ്പുരാൻ വളരെ നല്ല രീതിയിൽ നല്ല ജീവിതാന്തസ്സുകളിലേക്കൊക്കെ വഴി നടത്തുകയുണ്ടായി. എത്ര ബ്യൂട്ടിഫുൾ അല്ലേ ഒരു വിളിയിലേക്കുള്ള ഒരു ഫോർമേഷൻ. ഒരു അൽമായ സാക്ഷ്യത്തിന്റെ വലിയ വിളിയൊക്കെയുള്ള ഒരു കപ്പിളിൽ നിന്ന് ഇപ്പതാ പിതാവായിട്ട് ഞങ്ങളുടെയൊക്കെ മുൻപിലായിരിക്കുന്നു. അൽമായരുടെ ഒരു ദൗത്യമാണ് ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കുക. അബ്സല്യൂട്ട്ലി. കുടുംബജീവിതത്തില് അവര് മക്കളെ, ദൈവം ആണ് മക്കളുടെ യഥാർത്ഥത്തിലുള്ള പിതാവ്. ദൈവം വിളിക്കുന്നത് എന്താണോ അത് തിരിച്ചറിയാൻ, വിവേചിച്ചറിയാൻ അവരെ സഹായിക്കുക. അത് കഴിഞ്ഞ് ആ വിളിയിലേക്ക് അവരെ പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ സ്വപ്നങ്ങളുടെ ഒരു സാക്ഷാത്കാരമല്ല നമ്മുടെ മക്കള്. ദൈവത്തിന്റെ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് മക്കൾ. അതാണ് എനിക്ക് തോന്നുന്നു അൽമായരുടെ ഏറ്റവും വലിയ വിളി. അത് തിരിച്ചറിയുകയും അങ്ങനെ മക്കളെ വളർത്തുകയും ചെയ്യാനുള്ളതാണ്. ഓക്കെ. പിതാവേ, പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് ഇറങ്ങിത്തിരിച്ച ഏതൊരു വ്യക്തികളുടെയും ഏറ്റവും വലിയ ഊർജം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലുണ്ടായ ചില അവിസ്മരണീയമായ മുഹൂർത്തങ്ങളും സംഭവങ്ങളും ഒക്കെ ആയിരിക്കും. പിതാവിന് അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഇൻസിഡന്റ് ഞങ്ങളോട് പങ്കുവയ്ക്കാനുണ്ടോ? ഒന്നാമത്, ഞാനൊരു വികാരിയായിട്ട് അങ്ങനെ ഒരു പള്ളിയിലും ഇരുന്നിട്ടില്ലെന്ന് പറയേണ്ടി വരും. എന്നാൽ വികാരിയുടെ ഉത്തരവാദിത്വം നിർവഹിച്ച് ഞാൻ 2 പള്ളികളിലെ
2.5 വർഷം അല്ലെങ്കിൽ 3 വർഷക്കാലം ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. ഇടവക ശുശ്രൂഷയിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ ഈ എല്ലാ കുടുംബങ്ങളിലും അവിടുത്തെ അംഗമായി തീരുന്നു എന്നുള്ളതാണ്. എനിക്കത് ശരിക്കും അതുപോലെ തന്നെ ഫീൽ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഒരു അവിസ്മരണീയമായിട്ടുള്ളൊരു സംഭവം എൻ്റെ മനസ്സിൽ വരുന്നത്, ഒരു ഇടവകയിൽ ഈ കുടുംബങ്ങളിൽ ഒരു കുടുംബനാഥൻ, വികാരിയച്ഛൻ ആയ ഞാനും ഒരുമിച്ചുള്ള ഒരു കാര്യത്തിൽ വളരെ കൃത്യമായ വിധത്തിൽ നമുക്ക് അതിനെ എങ്ങനെ വിശേഷിപ്പിക്കാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഒരു വഞ്ചന എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇടവകയിലെ ഒരു സത്യത്തിന് വിരുദ്ധമായ ഒരു കാര്യം ചെയ്തു. ആ ചെയ്തത് വികാരിയച്ഛനായ എനിക്കെതിരെയാണ്. ഒരു വലിയൊരു അവിശ്വാസമാണ് അദ്ദേഹം ചെയ്തത്. ഞാനിത് പുറത്ത് ആരോടും പറഞ്ഞില്ലായിരുന്നു. പക്ഷെ അത് ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടെ അക്ഷരാർത്ഥത്തിൽ ഇദ്ദേഹത്തെ തല്ലാനായിട്ട് ഉള്ള പ്ലാനുകളൊക്കെ ഇടുകയും, അത് എന്നോടാണ് ചെയ്തതെങ്കിലും അത് ഇടവകയ്ക്കെതിരെ ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇടവക്കാർ രോഷാകുലരായി. പക്ഷെ അവരെ ഏറ്റവും വേദനിപ്പിച്ചത് വികാരിയായ എൻ്റെ അടുത്ത് എന്നോടിത് ചെയ്തല്ലോ എന്നുള്ളൊരു ചിന്തയും അവരെ കൂടുതൽ ദേഷ്യമുള്ളവരാക്കി. ആ സമയത്ത് എന്നെ വഞ്ചിച്ച ഒരാൾ എന്ന് ഒരുപക്ഷെ ചിന്തിച്ച് എനിക്ക് പോകാം. പക്ഷെ ഒരു ഇടവകയുടെ ഇടയൻ എന്ന നിലയിൽ ആ മനുഷ്യനും കർത്താവ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിന് സംരക്ഷണത്തിനായിട്ട് അവിടെ ആ ഇടവകയിൽ ഞാൻ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? ആ മനുഷ്യനിൽ വലിയൊരു മാനസാന്തരം ഉണ്ടായി. പിന്നീട് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായി. ആ ഇടവകയിലും അദ്ദേഹം സ്വീകരിക്കപ്പെട്ടു. പിന്നീട് വളരെ നല്ല രീതിയിൽ ആ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് തീർന്നു. ഞാനിത് എൻ്റെ ജീവിതത്തിലൊരു വലിയ പാഠമാണ്. ദൈവം എങ്ങനെയാണ് ഇടപെടുന്നത് എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു അവസരമാണ്. പിന്നെ ഇടവകയിലെ അവിസ്മരണീയമായ സംഭവങ്ങളെല്ലാം അങ്ങനെ പൂമെത്ത വിരിച്ചതൊന്നും ആകണമെന്നില്ല. ഒരു പക്ഷേ ഞാനുണ്ടായിരുന്ന ഒരു പള്ളിയിൽ മദ്യപാനം വലിയൊരു വിപത്തായിരുന്നു. മദ്യപിച്ച് ആത്മഹത്യയുടെ വക്കത്തെത്തിയിൽ ആത്മഹത്യക്ക് പരിശ്രമിച്ചവർ വരെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഇടവകയിൽ എനിക്ക് ചാർജ് ഉണ്ടായിരുന്നപ്പോൾ അവിടെ അതിന് ഏറ്റവും പ്രലോഭകനായിട്ടുള്ളത് ആ അതിർത്തിയിലുള്ള ഒരു മദ്യഷാപ്പാണ്. ഈ എല്ലാവരും കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നവരാണ്. ഈ പണി കഴിഞ്ഞ് അവര് നേരെ പോകുന്ന ഒരു സ്ഥലം അതായിരുന്നു, ഈ മദ്യഷാപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ ചെയ്തിരുന്നത്, ഈ പണി തീരുന്ന സമയത്ത് ഈ മദ്യഷാപ്പിലേക്കുള്ള വഴിയുടെ എവിടെയെങ്കിലുമൊക്കെ എൻ്റെ ബൈക്ക് ഉണ്ടാവാറുണ്ട്. ഞാനിങ്ങനെ ബൈക്കിൽ വരും, അതിലൊരാളോട് കുറച്ചു നേരം വർത്തമാനം പറയും. ആ ആളോട് വർത്തമാനം പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് അതിൽ പലരും വരും. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു ചെറിയൊരു കൂട്ടായ്മയായിട്ട് തീരും. കുറച്ച് കഴിയുമ്പോൾ ഈ അവര് പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് പോകാതെ തിരിച്ചു പോകാറുണ്ട്. ഞാൻ ഒരിക്കൽ പോലും അവരോട് മദ്യപാനത്തെക്കുറിച്ച് അവിടെ സംസാരിച്ചിട്ടില്ല. അവരുടെ വീട്ടുവിശേഷങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷെ അച്ഛൻ്റെ മുമ്പിൽ കൂടെ ഈ കാര്യത്തിന് പോകുക വലിയൊരു വിഷമമായിട്ട് അവർക്ക് തോന്നിയിട്ടുണ്ടാകും. എന്തായാലും അതെനിക്ക് നമ്മുടെ ഒരു അജപാലന സാന്നിധ്യം അത് വലിയ മാറ്റങ്ങൾ വരുത്തും. അത് നമ്മുടെ മിടുക്കല്ല, ഒരു വൈദികൻ ദൈവത്തിന്റെ സാന്നിധ്യമാണ്. ദൈവം ഇടപെടും. അതുപോലെ പിതാവെ, ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു, പിതാവ് ആസ് എ തിയോളജിയൻ ഓർ തിയോളജിയില് ബെൽജിയത്തിലെ ലുവൈൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD കഴിഞ്ഞ് പിതാവ് ഇത് ജീവിക്കുമ്പോൾ, ഈ തിയോളജി ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് ചലഞ്ചസ് ജീവിതത്തിൽ കടന്നു വരും. തീർച്ചയായിട്ടും. ഈ
ഈ ഒരു ദൈവശാസ്ത്രം ഒരു വലിയ സത്യമായി പിതാവിൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ആ ഒരു റിയൽ ഗോഡ് എക്സ്പീരിയൻസിൻ്റെ ഒരു പീക്ക് അനുഭവിച്ച ഏതെങ്കിലും ഒരു മൊമെന്റ്, മൈ ഗോഡ് ഈസ് സോ റിയൽ ടു മീ എന്ന് എന്നെ ചിന്തിപ്പിക്കുന്ന തരത്തിൽ ഏതെങ്കിലും ഒരു ദൈവാനുഭവം പിതാവ് എന്തെങ്കിലും പങ്കുവയ്ക്കാവോ? ദൈവശാസ്ത്ര പഠനം അത് ഒരു ആംചെയർ ഒരു പഠനമല്ല. നമുക്കിങ്ങനെ സുഖമായി ഫാനിന്റെ ചുവട്ടിലിരുന്ന് തീർക്കാവുന്ന ഒന്നല്ല. കാരണം അത് ദൈവത്തെക്കുറിച്ചുള്ള പഠനമായതുകൊണ്ട് തന്നെ അത് പ്രാർത്ഥനയിൽ അധിഷ്ഠിതമാണ്. ദൈവത്തെക്കുറിച്ചുള്ള ഏത് അന്വേഷണവും ദൈവത്തിന് മനുഷ്യരെക്കുറിച്ചുള്ള പദ്ധതി എന്താണ് എന്നുള്ളൊരു തിരിച്ചറിവാണ് എന്നുള്ളത് കൊണ്ട് അത് പള്ളിയിലും ഒതുങ്ങുന്നതല്ല. അത് മനുഷ്യരുടെ ഇടയിൽ ഉള്ള ഒരു അന്വേഷണം കൂടിയാണ്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഇപ്പോൾ ഞാൻ മെത്രാൻ എന്ന നിലയിൽ ചെയ്യുന്ന ശുശ്രൂഷയും ഒരു ദൈവശാസ്ത്ര ഒരു സപര്യ തന്നെയാണ്. കാരണം ദൈവത്തെയും മനുഷ്യരെയും ആ കൂട്ടിയിണക്കുന്ന ദൈവശാസ്ത്ര ദർശനങ്ങൾ ഞാൻ ജീവിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ കണ്ടെത്തുകയാണ്. അതിൻ്റെ ഒരു അഭാവം, ഒരു ആബ്സെൻസ് കാണുന്നിടത്ത് അവ കണ്ടെത്താനായിട്ട് അവ യാഥാർത്ഥ്യമാക്കാനുള്ളൊരു പരിശ്രമമാണ് വാസ്തവത്തിൽ അജപാലന ശുശ്രൂഷ. ഞാൻ പഠിച്ച പ്രത്യേക മേഖല എന്ന് പറയുന്നത് പരിശുദ്ധ ത്രിത്വമാണ്. ത്രിയേക ദൈവത്തിന്റെ ദൈവശാസ്ത്രം എന്ന് പറയുന്നത് ഇന്നും എൻ്റെ ഒരു വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണ്. പക്ഷെ അത് ത്രിയേക ദൈവത്തെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തെ അറിയുക എന്നതോടൊപ്പം ഈ ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ എന്താണെന്ന് അനുഭവിച്ചറിയുക, ആ കൂട്ടായ്മ ജീവിക്കുക എന്നുള്ളതാണ്. എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയെ അതുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മയുടെ ഒരു ശുശ്രൂഷയായിട്ട് എനിക്ക് നോക്കിക്കാണാൻ എൻ്റെ ദൈവശാസ്ത്രം എന്നെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഞാൻ എവിടെ ആയിരിക്കുന്നുവോ, ആരുടെ ഇടയിലായിരിക്കുന്നുവോ അവരിലേക്ക് ഒഴുകിയിറങ്ങേണ്ട സ്നേഹമാണ്. കാരണം ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം അങ്ങനെ ഒഴുകിയിറങ്ങുന്ന സ്നേഹമാണ്. യോഹന്നാൻ ശ്ലീഹ ദൈവം സ്നേഹമാണ് എന്ന് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ദൈവത്തെ നിർവചിക്കുമ്പോൾ യോഹന്നാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവം ഒരു ഏകാന്തതയല്ലെന്നാണ്. ദൈവം പരസ്പരം സ്നേഹിക്കുന്ന ഒരു ബന്ധമാണ് എന്നാണ്. ഈ ഒരു ബന്ധം അത് ഈ ലോകത്തിൽ യാഥാർത്ഥ്യമാക്കുക, അതാണ് സഭയുടെ ദൗത്യം. ത്രിയേക ദൈവം കൂട്ടായ്മയായതുകൊണ്ടാണ് സഭയെ നമ്മൾ കൂട്ടായ്മ എന്ന് വിളിക്കുന്നത്. സഭ കൂട്ടായ്മയായതുകൊണ്ട് നമ്മുടെ ഇടവകകളിലെ ശുശ്രൂഷകളും നമ്മുടെ വിശ്വാസം നമ്മൾ ജീവിക്കുന്നിടത്തൊക്കെ നമുക്ക് ഈ ബന്ധങ്ങൾ സൃഷ്ടിച്ചെടുക്കാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് എവിടെയൊക്കെ മ്ലാനവദനരായിട്ട് മനുഷ്യരിയ്ക്കുന്നു, എനിക്ക് അവിടെ ചെന്ന് ഒന്ന് പുഞ്ചിരിച്ച് അവരെ വാ, നീ ഒറ്റയ്ക്കല്ല, നിന്നെ കാത്ത് വാതിൽ തുറന്നിരിക്കുന്ന ഒരു സഭയുണ്ട് എന്ന് പറഞ്ഞ് ക്ഷണിക്കാൻ സാധിക്കുന്നുവോ, അവിടെ ഈ ത്രിയേക കൂട്ടായ്മ യാഥാർത്ഥ്യമാകുകയാണ്. വലിയൊരു സ്നേഹത്തിന്റെ അന്തരീക്ഷം. ഇത് വലിയൊരു വെല്ലുവിളി കൂടിയാണ്. ഇതിന്റെ അസാന്നിധ്യമുള്ള ഇടങ്ങളാണ് നമ്മുടെ ചുറ്റും കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ വെല്ലുവിളികളാണ്. പക്ഷേ അതിൽ ആ വെല്ലുവിളികളിൽ ആ പ്രലോഭനങ്ങളിൽ വീണു പോകാതിരിക്കണം. ഈ ഒരു കാലഘട്ടത്തിൽ ഈ സെൻസേഷൻ വളർത്തിയെടുക്കാൻ വേണ്ടി പലപ്പോഴും വെറുപ്പിന്റെ ഭാഷയാണ് നമ്മുടെ ചുറ്റും ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത്. വെറുപ്പിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നവര് ഒരുപക്ഷെ ഞങ്ങളെപ്പോലെ സഭയ്ക്ക് വേണ്ടി പൂർണ്ണമായി സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നവരിൽ പോലും കണ്ടു തുടങ്ങുന്ന വലിയ ഒരു അപകടം ഞാൻ കാണുന്നുണ്ട്. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് ഒരിക്കലും വെറുപ്പിന്റെ
വചനം പ്രഘോഷിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പഠിച്ച ദൈവശാസ്ത്രം, ഈ കൂട്ടായ്മയുടെ വലിയ സ്നേഹമായ ത്രിയേക ദൈവം, അത് എന്നെ എപ്പോഴും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കൂട്ടായ്മ വളർത്തിയെടുക്കാൻ, അതിനെ പരിപോഷിപ്പിക്കാനുള്ള മേഖലകൾ തേടുക. നമ്മളെ അകറ്റുന്ന കാര്യങ്ങളെക്കാൾ നമ്മളെ ഒന്നിപ്പിക്കുന്നവയെ നമുക്ക് തേടിപ്പോകാൻ സാധിക്കുക. ഏറ്റവും പ്രധാനമായിട്ട് നമ്മെ ഒന്നിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ കണ്ണി പരിശുദ്ധാത്മാവ് തന്നെയാണ്. ഈ ആത്മാവിലുള്ള ഒരു ഐക്യത്തിലേക്ക് എല്ലാവരെയും കൊണ്ടുവരുന്ന ഒരു ശുശ്രൂഷയാണ് ഞാൻ ലക്ഷ്യം വയ്ക്കുന്നതും എൻ്റെ മനസ്സിൽ അതിനുവേണ്ടിയാണ് ഞാൻ പരിശ്രമിക്കുന്നത്. പിതാവെ, അതുപോലെ തന്നെ ഇപ്പൊ സാമൂഹിക സേവന രംഗത്ത് സഭയുടെ ഒരു കോൺട്രിബ്യൂഷൻസ് ലോകം മുഴുവൻ എല്ലാവരും വാനോളം അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, അക്നോളജ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഈ കാലഘട്ടത്തിൽ അതേ ശുശ്രൂഷ രംഗങ്ങളിൽ തന്നെ സഭ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് പിതാവിന് എന്താ പറയാനുള്ളത്? സഭയെ സംബന്ധിച്ചിടത്തോളം സാമൂഹിക പ്രവർത്തനം എന്ന് ഉള്ളതിനേക്കാൾ അതൊരു സുവിശേഷ വേലയാണ്. സമൂഹത്തിൽ ഓരോ കാലഘട്ടത്തിലും ഏറ്റവും ആവശ്യമായിട്ടുള്ളത് എന്താണെന്ന് കണ്ടെത്തി അതിൽ ഇടപെടുക എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിൻ്റെ തന്നെ ഭാഗമാണ്. തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നുള്ളത് ശരിയാണ്. എനിക്ക് തോന്നുന്നു ഈ സാമൂഹിക പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ തന്നെ പൊതുസമൂഹത്തിൽ ഒത്തിരിയേറെ മാറി. ആ കാഴ്ചപ്പാടുകളുടെയും മാനദണ്ഡങ്ങളുടെയും വെളിച്ചത്തിൽ സഭയുടെ പ്രവർത്തനങ്ങൾ നോട്ട് അപ് ടു ദ മാർക്ക്, വേണ്ടത്ര അംഗീകരിക്കപ്പെടുന്നതല്ല എന്ന് ചിന്തിക്കുന്ന ഒരു ഭാഷ ഇവിടെ ഇന്നുണ്ട്. ഉദാഹരണത്തിന്, ഹെൽത്ത് കെയർ ഒരു മിനിസ്ട്രിയാണ് സഭയെ സംബന്ധിച്ചിടത്തോളം, ആരോഗ്യ പരിപാലന ശുശ്രൂഷയാണ്. എന്നാൽ ഇന്ന് നാം പൊതുസമൂഹത്തിൽ സംസാരിച്ചു കേൾക്കുന്നത് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയെ കുറിച്ചാണ്. അതെ. അപ്പോൾ ആരോഗ്യ പരിപാലനം ഒരു കച്ചവടമായിട്ടും ഒരു ബിസിനസ്സുമായിട്ടും കാണുന്ന ഒരു കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഏറ്റവും വലിയൊരു കല്ലുകടിയായിട്ട് അവർക്ക് അനുഭവപ്പെടുന്നത് സഭയുടെ ആതുരാലയങ്ങളാണ്. ഒരു ഇൻഡസ്ട്രി എപ്പോഴും ലാഭത്തെ ലക്ഷ്യം വയ്ക്കുന്നതാണ്. എന്നാൽ സഭയുടെ ആതുരാലയങ്ങളിൽ ഈ ലാഭമല്ല ഒരു മാനദണ്ഡമായിട്ട് മാറുന്നത്. അങ്ങനെ വരുമ്പോൾ സമീപത്തുള്ള ആതുരാലയങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നമ്മളൊരു അപകടകരമായിട്ടുള്ള കോമ്പറ്റീഷൻ പാർട്ട്ണറായിട്ട് മാറുകയാണ്. ഇൻഡസ്ട്രിയിൽ എപ്പോഴും ഈ ആഗോളവൽക്കരണത്തിൻ്റെ കാലഘട്ടത്തിൽ ഇൻഡസ്ട്രി എപ്പോഴും കോമ്പറ്റീഷനിലൂടെ മുന്നോട്ട് പോകുന്നതാണ്. അതിൽ വളരെ ലോ കോസ്റ്റിൽ നീങ്ങുന്ന ഒരു ആതുരാലയം മറ്റുള്ളവർക്ക് ഒരു ഭീഷണിയായിട്ട് പലപ്പോഴും തോന്നാം. ഞാൻ എല്ലാ ആതുരാലയങ്ങളെയും അടച്ച് ആക്ഷേപിക്കുകയല്ല. ക്രൈസ്തവ സമൂഹത്തിന് പുറത്തും വളരെ ഏറെ മനുഷ്യ നന്മ ലക്ഷ്യം വെച്ചിട്ടുള്ള ആതുരാലയങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു കച്ചവട മനസ്സ് പലപ്പോഴും കടന്നു വരുന്നുണ്ട്. പലപ്പോഴും ഇതിൻ്റെ ഒരു പഴി കേൾക്കേണ്ടി വരുന്നത് സഭയുടെ ആതുരാലയങ്ങളാണ്. അവിടെ പൈസ വാങ്ങുന്നു, അവിടെ ഇത് ചെയ്യുന്നു, അവിടെ ഇങ്ങനെയാണ്. സഭ ചെയ്യുന്നതെല്ലാം പൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ട് ചെയ്യുന്നു എന്ന് ഉള്ള ഒരു ധാരണ പരത്തുകയും അതിലെന്തെങ്കിലും ഒരു വിഷയത്തെ ഊതി വീർപ്പിക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുകയാണ്. ഏത് സാമൂഹിക പ്രവർത്തനത്തിനും നമുക്ക് സമ്പത്ത് ആവശ്യമുണ്ട്. സഭയുടെ ബാങ്ക് ബാലൻസ് എന്ന് പറയുന്നത് ദൈവജനമാണ്. അവരെ തങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് ഔദാര്യപൂർവ്വം നൽകുന്ന സംഭാവനകളാണ്. അതിനെയൊക്കെ പല രീതിയിൽ വ്യാഖ്യാനിക്കാൻ ഇന്ന് ഒത്തിരി സാധ്യതകളുണ്ട്. അതുകൊണ്ട് സാമൂഹിക പ്രവർത്തനം ഇനി സഭയുടെ ഭാഗത്തു നിന്നും ഇനി ചിന്തിക്കുന്ന ഒരു കാര്യം, അതിന് കുറെക്കൂടെ പുതിയ കാലഘട്ടത്തിലെ വെല്ലുവിളികളെ ഏറ്റെടുക്കുന്ന മേഖലയിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. പിതാവേ, അതുപോലെ തന്നെ മാധ്യമങ്ങൾ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഈ മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം
എത്രത്തോളം പോകാം? അതല്ലെങ്കിൽ പിതാവിന് ഇന്നത്തെ കാലത്തൊരു മാധ്യമ സംസ്കാരം എങ്ങനെയായിരിക്കണമെന്നാണ് പിതാവ് ആഗ്രഹിക്കുന്നത്? മാധ്യമങ്ങൾ നാം പറയാറുണ്ടല്ലോ, അത് ഫോർത്ത് എസ്റ്റേറ്റ് ആണ്. നമ്മുടെ ഒരു രാഷ്ട്രത്തെ, ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ അവർക്ക് വലിയൊരു പങ്കുണ്ട്. എന്നാൽ ഇന്ന് മാധ്യമങ്ങൾ അവർക്ക് അർഹമായ അനുവദിക്കപ്പെട്ട സീമകളൊക്കെ അതിലംഘിച്ച് മനുഷ്യരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു കയറുന്നു. സമൂഹത്തിൻ്റെ മൂല്യങ്ങളിൽ അവർ ഇടപെടുന്നു. മനുഷ്യൻ്റെ മൂല്യശ്രേണി എന്തായിരിക്കണം എന്ന് നിശ്ചയിക്കുന്നതിലേക്ക് വരെ ഇന്ന് മാധ്യമങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട്. ശരിയായ മാനുഷിക മൂല്യങ്ങളല്ലാത്തവയെ ചില പ്രത്യേക ആകർഷണങ്ങളുടെ പേരിൽ മൂല്യങ്ങളായിട്ട് അവതരിപ്പിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അത് മനുഷ്യൻ്റെ നന്മയ്ക്കല്ല, അവൻ്റെ തിന്മയ്ക്കാണ്, നാശത്തിനാണ് കാരണമാകുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. മാധ്യമങ്ങളുടെ ഒരു വലിയ അതിപ്രസരത്തിൽ മാധ്യമങ്ങൾ തമ്മിലുള്ള വലിയ മത്സരങ്ങൾ നടക്കുമ്പോൾ അതിനിടയിൽ പിടിച്ചു നിൽക്കാൻ, വിജയം വരിക്കാനായിട്ട് ഉള്ള നെട്ടോട്ടത്തിൽ പല പ്രധാനപ്പെട്ട കാതലായ മൂല്യങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നു. ഇന്ന് മാധ്യമങ്ങളെ നയിക്കുന്നത് ഒരു തരത്തിലുള്ളൊരു സെൻസേഷണലിസമാണ്. കറക്റ്റ്. ഏതൊക്കെ തലത്തിൽ ജനങ്ങളിൽ ഒരു സെൻസേഷൻ ഉണർത്താൻ പറ്റുന്നുവോ, വൈകാരികമായി അവരെ ഉദ്ദീപിപ്പിച്ച് നിർത്തുക, അങ്ങനെ അവരുടെ മാധ്യമങ്ങളിൽ ഇങ്ങനെ അഡിക്റ്റഡായി നിർത്താൻ സാധിക്കുക എന്നുള്ളതാണ് പലപ്പോഴും അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാധ്യമ സംസ്കാരത്തിൽ പുതിയൊരു കാഴ്ചപ്പാടെന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, നമ്മുടെ മാധ്യമങ്ങളെല്ലാം നമ്മൾ കമ്പനികളിലൊക്കെ ചിലപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ബെസ്റ്റ് പ്രാക്ടീസസ് അവ കൂടുതലായിട്ട് അവതരിപ്പിക്കപ്പെടുക. എനിക്ക് തോന്നുന്നു മാധ്യമങ്ങൾ സമൂഹത്തിലെ നല്ല മാതൃകകളെ ഉയർത്തിപ്പിടിക്കുകയും അങ്ങനെയുള്ള വാർത്തകളും അത്തരത്തിലുള്ള ചർച്ചകളും അത്തരത്തിലുള്ള പുതിയ വഴികൾ തുറക്കുന്നതിന് സഹായകമാകുന്ന കാര്യങ്ങളുമൊക്കെ ചർച്ച ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ സമൂഹത്തിന് അതൊരു വലിയ പ്രതീക്ഷ നൽകുന്നു. നമ്മൾ ഈ ഒരു വിശുദ്ധ വർഷത്തിൽ നമ്മൾ പരിശുദ്ധ പിതാവ് നമുക്ക് തന്നിരിക്കുന്ന ഒരു സന്ദേശം പ്രത്യാശയുടെ തീർത്ഥാടകരാകുക എന്നുള്ളതാണ്. ഒരുപക്ഷെ മാധ്യമങ്ങൾക്ക് ഇന്ന് ഏറ്റെടുക്കാവുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത് അവര് പ്രത്യാശയുടെ തീർത്ഥാടകരാകുക. പ്രത്യാശ നഷ്ടപ്പെട്ട ഒരു ജനതയാണ് ഇവരെ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ഓർത്തെടുക്കുകയാണെങ്കിൽ അവരിൽ പ്രത്യാശയുണർത്തുന്ന, അവർക്ക് പുതിയ വഴികൾ തുറന്നു കൊടുക്കുന്ന ഒത്തിരിയേറെ ശുശ്രൂഷകൾ ചെയ്യാനായിട്ട് സാധിക്കും. പിതാവിൻ്റെ വളരെ പ്രസക്തമായ ചില റിഫ്ലക്ഷൻസും ചില ഒപ്പീനിയൻസും നമ്മൾ കേൾക്കുകയായിരുന്നു. ജീവിതത്തെക്കുറിച്ചും തൻ്റെ പൗരോഹിത്യ വിളിയെക്കുറിച്ചും ഇടയ ജീവിതത്തെക്കുറിച്ചുമൊക്കെ വാദോരാത പിതാവ് നമ്മളോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഈ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. അടുത്ത എപ്പിസോഡിൽ വീണ്ടും ടോണി പിതാവിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലും. Until then, goodbye.